ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ മാണി സി കാപ്പൻ MLA, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഭരണങ്ങാനം കൊറോണപ്പള്ളി വികാരി റവറൻ ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അൽഫോൻസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് വാലിപ്ലാക്കൽ, ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സിസ്റ്റർ ലിസ്യു, സിസ്റ്റർ ആൻസ് കരിമനാൽ, ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജെറ്റോ ജോസ്, ശ്രീമതി ജയമോൾ, ജൂലി ജോസ്, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഭരണങ്ങാനം SHGHS 94ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ മഹനീയ വേള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും വൈകാരിക നിമിഷങ്ങളുടെ ഒരു കുടുംബ സംഗമം കൂടിയാണ്. വിദ്യാഭ്യാസത്തിന് ഒത്തിരിയേറെ നിർവചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും സ്വാത്വികവും പരിപൂർണവുമായ ഒരു നിർവചനം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഇത് എപ്രകാരമെന്ന് ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. മൈക്കൽ ആഞ്ചലോ എന്ന വിശ്വപ്രസിദ്ധനായ കലാകാരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി സമീപത്തുള്ള ക്രൂഡായിട്ടുള്ള ഒരു തടിക്കട്ട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ക്രൂഡായ ഈ തടിക്കട്ടയിൽ നിന്ന് എങ്ങനെ ഒരു ആനയെ രൂപപ്പെടുത്താം? മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, വെരി സിമ്പിൾ. ആ തടിയിൽ നിന്ന് ആനയല്ലാത്ത ഭാഗം ചെത്തിക്കളഞ്ഞാൽ മതി, ആനയെ കിട്ടും. അതുപോലെ മനുഷ്യരൂപമല്ലാത്ത മാനവികമല്ലാത്ത പലതും ചെത്തിക്കളയുമ്പോൾ മാനവിക ഭാവങ്ങളുള്ള ഒരു വ്യക്തി രൂപപ്പെടും. ഫുൾ A+ കിട്ടിയാലും ഡോക്ടർ, എൻജിനീയർ, IAS ഓഫീസർ ഒക്കെ ആയാലും ഈ മാനുഷികതയിലേക്ക്, വ്യക്തി പൂർണ്ണതയിലേക്ക് വളരാനാണ് നാം വിദ്യാഭ്യാസം നേടുന്നത്. സാങ്കേതികത അതിവേഗം വളർന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അതിപ്രസരത്തിൻ്റെ നാളുകളാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻപിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനുഷിക സംസ്കാരത്തെ നിയന്ത്രിക്കുമ്പോൾ ദൈവിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഡിജിറ്റൽ ലോകത്തേക്കാൾ മനസ്സാക്ഷിയുടെ വിവേചനത്തിന് വില കൽപ്പിക്കണമെങ്കിൽ, ദൈവമാണ് നമ്മുടെ ജീവന്റെ ആധാരമെന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ, വിദ്യാലയങ്ങളും അധ്യാപകരും ഗുരുശിഷ്യ ബന്ധവും അനിവാര്യമാണ്. ഈ SHGHS സ്കൂളിൻ്റെ പ്രസക്തി എന്താണ്? ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ, വിശ്വാസ ജീവിതത്തിന് നമുക്ക് മാതൃകയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പാദസ്പർശനമേറ്റ സ്കൂളാണിത്. ഈ സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. 28ഉം 21ഉം വർഷങ്ങൾ ഇവിടെ പഠിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ 2 പ്രിയപ്പെട്ട അധ്യാപകരാണ് ഈ വർഷം അധ്യാപന രംഗത്തോട് വിട പറയുന്നത്. സിസ്റ്റർ ലിസ്യു ജോസും സിസ്റ്റർ ആൻസ് കരിമനാലും. ഇവർ 2 പേരും എനിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ്. 2 പേരും FCC അൽഫോൻസ ജ്യോതി പ്രൊവിൻസിലെ അംഗങ്ങളാണ്. SHGHSലെ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരായ 2 അധ്യാപികമാരാണിവർ. ഇവർക്ക് 2 പേർക്കും തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് പറയാൻ 100 നാവാണുള്ളത്. അതുപോലെ തന്നെയായിരിക്കും ഈ വിദ്യാർത്ഥികൾക്ക് അധ്യാപികമാരെ കുറിച്ചുമെന്ന് ഞാൻ കരുതുകയാണ്. ശരിയാണോ? ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഇവർ വിരമിക്കുമ്പോൾ
ഇവരെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് തെളിയിക്കാനാണല്ലോ നമ്മുടെ ഈ കൂടിച്ചേരല്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ പറയുന്നു, നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും, ദൈവവും മനുഷ്യനും അത് വിലമതിക്കുന്നു. ദൈവവും മനുഷ്യരും വിലമതിക്കുന്ന നന്മയുള്ള അധ്യാപകരാണ് ഇവർ രണ്ടുപേരും. അതിലെനിക്ക് ഉറപ്പുണ്ട്. സിസ്റ്റർ ലിസ്യു ജോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വന്തമായ നിലപാടും നിർവചനങ്ങളും കൊണ്ട് തൻ്റെ സമർപ്പിത ജീവിതത്തെയും അധ്യാപക ശുശ്രൂഷയെയും സംയോജിപ്പിച്ച വ്യത്യസ്തതയുടെ ഒരു വക്താവാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിസ്യു. എല്ലാവരുമായി സ്നേഹിച്ചും സഹകരിച്ചും എപ്പോഴും മുന്നേറുന്ന ഒരു ജീവിതശൈലിയാണ് സിസ്റ്ററിനുള്ളത്. ഉത്തരവാദിത്തങ്ങൾ 100% വിശ്വസ്തതയിൽ ചെയ്യുന്ന സിസ്റ്റർ ലിസ്യുവിന് പ്രകടന പരമ്പര വളരെ വളരെ കുറവാണ്. വയലിൻ ഒളിക്കപ്പെട്ട നിധിയാണ്. ഈ നിധിയെ കൊണ്ട് ഇനിയും FCCക്ക് ഏറെ നേടാനുണ്ട്. സമർപ്പണ ചൈതന്യത്തോടെ 28 വർഷങ്ങൾ SHGHSൽ ശുശ്രൂഷകൾ നിർവഹിച്ച, തലമുറകളെ വാർത്തെടുത്ത സിസ്റ്റർ ലിസ്യുവിന് ഭരണങ്ങാനം അൽഫോൻസ ജ്യോതി പ്രൊവിൻസിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. സിസ്റ്റർ ആൻസ് കരിമ്പനാൽ 2 മഹനീയ ശുശ്രൂഷകൾ ഒരേ സമയം ഏറ്റവും ഭംഗിയായും ചിട്ടയോടും കൃത്യതയോടും കൂടി നിർവഹിക്കുന്ന ഒരു വിശാല മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയാണ് സിസ്റ്റർ ആൻസ്. സ്കൂളിലെ അധ്യാപനത്തോടൊപ്പം 40ഓളം മഠങ്ങളുള്ള പ്രൊവിൻസിൻ്റെ സെക്രട്ടറി കൂടിയാണ് സിസ്റ്റർ. സിസ്റ്റർ ആൻസിൻ്റെ സഭയോടും തൻ്റെ ഉത്തരവാദിത്വങ്ങളോടുമുള്ള പ്രതിബദ്ധത എടുത്തു പറയേണ്ടത് തന്നെയാണ്. കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരാതെ നല്ല ശ്രദ്ധ എപ്പോഴും സിസ്റ്ററിനുണ്ട്. ഓരോ കുട്ടിയെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന, അവരെ വളർത്താൻ ശ്രദ്ധിക്കുന്ന ഒരു സിസ്റ്ററിനെയാണ് എനിക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. സിസ്റ്ററിൻ്റെ തനത് നന്മകളെ നല്ല ദൈവം കൂടുതലായി ഫലമണിയിക്കട്ടെ. 21 വർഷങ്ങൾ SHGHSലായിരുന്നു കൊണ്ട് കുട്ടികളുടെ സർവോത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ സർവാത്മന സഹകരിച്ച സിസ്റ്റർ ആൻസിന് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ, അൽഫോൻസ ജ്യോതി പ്രൊവിൻസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറയും. ഭരണങ്ങാനം പ്രൊവിൻസിൻ്റെ അഭിമാനമാണ് SHGHS. വിശുദ്ധ അൽഫോൻസാമ്മയുടെ സ്വന്തം സ്കൂള്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥവും സ്നേഹചൈതന്യവും നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് നയിക്കട്ടെ. ഇന്നത്തെ ആനിവേഴ്സറിയുടെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും, പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.